ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഇളവ് ലഭിച്ച പിണറായി വിജയന്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ ഈ സർക്കാർ തുടർഭരണത്തിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ക്യാമ്പയിനിങ് യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. വിവാദങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനും വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും പൊതു താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പാർട്ടി നിലപാട് അറിയിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുന്നതടക്കം അണിയറയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് ഇടതുമുന്നണി പ്രവേശിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നതയുടെയോ അകത്തെ ആഭ്യന്തര ദൗർബല്യത്തിൻ്റെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ ഈ വ്യാവസായിക ഇടനാഴിയെ സംബന്ധിച്ചും ഒക്കെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ ശശി തരൂർ സ്വീകരിച്ച നിലപാട്, ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആരാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത്, ഇങ്ങനെ തുടങ്ങി പ്രതിപക്ഷത്തിന് ഈ സേനയെ നേരിടാൻ സജ്ജമാകേണ്ടുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ശ്രീ എം ലിജു? അതല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഈ ഇടതുമുന്നണിയുടെ ഒരുക്കങ്ങളെ നേരിടാനുള്ള നിങ്ങളുടെ നീക്കങ്ങൾ? ഒന്ന്, രണ്ട് പിണറായി വിജയൻ സർക്കാരുകൾക്ക് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന LDF അതിനെ നയിക്കുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ദൗർബല്യമാണ്. കാരണം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ MLA-മാരെയും മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തി ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പൊതുനയം ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു പാർട്ടി മൂന്നാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും വളരെയധികം ഒരർത്ഥത്തിൽ ഒരു 80 വയസ്സിനടുത്താകാൻ പോകുന്ന ശ്രീ പിണറായി വിജയനെ തന്നെ മുൻനിർത്തിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുന്നത് ആ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയും പിണറായി വിജയൻ്റെ സർവാധിപത്യവും ജനാധിപത്യ രാഹിത്യവുമാണ് വ്യക്തമാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഒന്ന്. രണ്ട്, ഈ ഒരു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് അടുത്ത ഒരു സർക്കാരിനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരർത്ഥത്തിൽ ഗുണകരമാണ്. കാരണം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുകയാണ്. എന്താണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം? സംസ്ഥാനത്താകമാനം നിലനിൽക്കുന്ന മയക്കുമരുന്ന് വ്യാപനം, അക്രമം, കേരളത്തിൻ്റെ ഏറ്റവും മോശമായിരിക്കുന്ന ധനസ്ഥിതി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കുടുംബവും തന്നെ നേരിടുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, സ്ത്രീവിരുദ്ധ നിലപാടുകൾ, പട്ടികജാതി വിഭാഗങ്ങളുൾപ്പെടെ വെച്ച് പുലർത്തുന്ന വലിയ വിവേചനവും അതോടൊപ്പം തന്നെ അവരുടെ ഫണ്ടുകൾ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, നാട്ടിലാകമാനം വർദ്ധിപ്പിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെയും ലഹരിയുടെയും സാന്നിധ്യത്തിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കൽ, അങ്ങനെ പെൻഷൻ നിഷേധിക്കൽ, അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും, വിലക്കയറ്റം തുടങ്ങി എല്ലാ ദ്രോഹവും ചെയ്യുന്ന മോശമായ വിദ്യാലയ അന്തരീക്ഷം, കോളേജ് അന്തരീക്ഷം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ അതേ നേതാവിനെ തന്നെ മുൻനിർത്തി മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ വിലയിരുത്തൽ. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ, ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ മുന്നണിയും കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ജനാധിപത്യ പാർട്ടിയും ജനാധിപത്യ മുന്നണിയും ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തിരിക്കും. അതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന അതേ കാര്യങ്ങൾ കേട്ട് റാൻ മൂളി യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതെ ഇരിക്കുന്ന വിധേയനിലെ തൊമ്മിയെ പോലെയുള്ള കഥാപാത്രങ്ങളല്ല ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളത്. അല്ലല്ല, അങ്ങനെയല്ല ശ്രീ എം ലിജു ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം താങ്കൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ വിവാദങ്ങൾ എങ്ങനെയാണ് കുടുംബിരി കൊണ്ടതെന്ന്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ ഉയർന്നു വന്ന ആരോപണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ED നിഴലിൽ കിടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ. അപ്പോൾ അത്തരമൊരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തെ അതിജീവിച്ച് വീണ്ടും ഒരു തുടർഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. മാത്രമല്ല, ഒരൊറ്റ നേതാവിനെ മുൻനിർത്തി CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ശക്തമായി ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ക്യാമ്പയിനിങ് തുടങ്ങുമ്പോൾ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കണം സ്ട്രാറ്റജി എന്ന കാര്യത്തിൽ, ഏത് വിധേനയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടതെന്ന കാര്യങ്ങളിലൊക്കെ ആശയക്കുഴപ്പമോ പരിഭ്രമമോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ലാതെ ഈ പിണറായി പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നിങ്ങൾ അംഗീകരിച്ച് ഒരു വീക്ക് പ്രതിപക്ഷമായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, പിണറായി വിജയൻ വീക്കായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളാണ്.
നമ്മൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ ഒരിക്കൽ കൂടി പിണറായി വിജയനെ മുൻനിർത്തി മത്സരിക്കുമെന്നത് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജായി മാർഗമെന്നുള്ള കാര്യമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നേട്ടങ്ങളെ സംബന്ധിക്കുന്ന പ്രചരണം നടക്കുന്നത് പ്രചരണ ദൂരത്തിലൂടെയല്ലേ. സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പോയത് കേരളത്തിലെ ആയിരക്കണക്കിന് ആശാ വർക്കർമാരുടെ ഒരു സമരത്തിലേക്കാണ്. കേരളം മുഴുവനുള്ള ആശാ വർക്കർമാരെ വഹിച്ച് ഗുരുതരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സമരത്തിലാണ്. അവർക്കുള്ള ഓണറേറിയമോ അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങളോ നാമമാത്രം പോലും വർദ്ധിക്കാൻ താല്പര്യമില്ലാത്തൊരു ഗവൺമെൻറ് അവരുടെ പ്രചരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ചിലവഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഈ നിൽക്കുന്ന സമയത്ത് വാർത്തകൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ പത്രത്തിൻ്റെയോ മാഗസിൻ്റെയോ വാർത്ത അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാൽ ഉടനെ ഗവൺമെൻറ് പരസ്യങ്ങളാണ് വരുന്നത്. സംസ്ഥാനത്ത് ആകമാനം കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ, ആഘോഷങ്ങളാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ 18 മാസയുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ആശാ വർക്കർമാർക്ക് ആനുകൂല്യ വർധനവില്ല, അംഗൻവാടി വർക്കേഴ്സിന് ആനുകൂല്യ വർധനവില്ല. അതോടൊപ്പം തന്നെ എബ്സം ഗ്രാൻഡ് ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുടങ്ങിക്കിടക്കുന്നു. ഉച്ചക്കഞ്ഞ് വിതരണത്തിന് ആവശ്യമായ കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആഘോഷമാമാങ്കൾ നടത്തി ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് ഇവർക്ക് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ഗവൺമെന്റ് വന്നു, വലിയ പ്രതിസന്ധിയെ നേരിട്ടാണ് അവർ അധികാരത്തിലെത്തി. വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടി വന്നില്ലേ? സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്ന് വന്നില്ലേ? സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്നു. അവർക്ക് ആ കരാറിൽ നിന്ന് പിൻവാങ്ങി പോകേണ്ടി വന്നില്ലേ? ആ കരാർ തന്നെ പിൻവലിച്ച് ആ ചാപ്റ്റർ അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആരോപണങ്ങൾ ശരിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ ആ സമയത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ്, മറ്റുള്ളവർക്കെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റാത്ത സാഹചര്യം, ആനുകൂല്യ വിതരണങ്ങൾ ചെയ്യാൻ ഒരു സർക്കാരിന് കിട്ടുന്ന സാഹചര്യം, ഇതെല്ലാം മുതലെടുത്ത് അവർക്ക് ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തവണ പക്ഷേ അതല്ല സ്ഥിതി. 9 വർഷക്കാലമായി ജനം അനുഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇപ്പം തന്നെ ആശുപത്രിയിലെ സ്ഥിതി എന്താ? പേപ്പട്ടിക നാട്ടിൽ മുഴുവൻ നടന്ന് പട്ടി കടിച്ചിട്ട് വാക്സിൻ എടുത്ത ആളുകൾ മരണമടയുകയാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 2 കുണ്ടറ നിയോജകമണ്ഡലത്തിലെ 2 ചെറുപ്പക്കാർ മരണമടഞ്ഞു. വയ്യാതെ രക്തഛർദ്ദിച്ച ആളുകളെ എടുത്ത് അവരുടെ പിതാവാണ് എടുത്ത് ICUവിലോട്ട് കൊണ്ടുപോയതെന്നാണ് പറയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഗുരുതരമായ പ്രതിസന്ധി, ഡോക്ടർമാരുടെ അഭാവം, നഴ്സുമാരുടെ അഭാവം, മരുന്നിൻ്റെ അഭാവം, എടുക്കുന്ന മരുന്നുകൾ ഫലിക്കാത്ത സാഹചര്യം. കോവിഡിൻ്റെ കാലഘട്ടത്തിലെ അഴിമതിയൊക്കെ ഇപ്പോഴും നിൽക്കുകയല്ലേ? പിന്നെ ശൈലജ ടീച്ചർ പറഞ്ഞെന്താ, ആ അഴിമതി കാലഘട്ടത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വന്നുകൊണ്ട് വില കൂടിയെന്നാണ്. ഇപ്പോഴും അത് വിജിലൻസിന് മുമ്പിൽ ആ കേസ് നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള ആരോപണം ഇപ്പോഴും വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ല, ഗുരുതരമായ വസ്തുതയായി നിലനിൽക്കുന്നു.